എൻ്റെ ചാർജർ ഒന്ന് വേണം നിന്റെ. അതിന് നിന്റെ സി ടൈപ്പ് അല്ലേ? പവർ ബാങ്കിന്റെ ചാർജർ കംപ്ലൈന്റാ. നിന്നോട് ആവശ്യമില്ലാത്ത എന്റെ സാധനങ്ങൾ എടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നാ നിന്റെ ചാർജർ പോ. ഇതാരാ പാതിരാത്രിക്ക്? ആ അതെന്റെ കാമുകനാടാ. എല്ലാ ദിവസവും ഈ നേരമാകുമ്പോ വിളിക്കും. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? അതാണല്ലോ കാനഡ വേണ്ടെന്ന് വെച്ചേ. ആടാ കറക്റ്റാ. ആവശ്യമില്ലാത്ത എന്റെ കാര്യത്തിൽ ഇടപെടാതെ പോൻ ചെല്ല്. പോടാ. പിള്ളേരെ, നിങ്ങൾ പേപ്പർ എടുത്ത് ഈ വചനം ഒന്ന് എഴുതിക്കേ. ഉടമ്പടിക്കുള്ളതാ. ചേച്ചി വഴക്കു പറയും. ചേച്ചിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഉടമ്പടി പ്രാർത്ഥന സ്വന്തമായിട്ട് എഴുതണമെന്നല്ലേ അമ്മച്ചി? പിന്നെ കർത്താവ് അതും നോക്കിയിരിക്കുകയല്ലേ. നിങ്ങൾ എഴുതു പിള്ളേരെ, ഞാൻ പറഞ്ഞുതരാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ പീഡാനുഭവവും കുരിശുമരണവും മുഖേന എഴുതിയോ? അതെ, ഈ കുരിശുമരണവും അല്ല ഈ കാലത്തിന്റെ കാര്യം ഇതെന്താ സംഭവം? അമ്മച്ചി കയ്യിന്ന് പോയോ? ട്യൂഷനൊക്കെ ഈശോ മിശിഹ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദേ എല്ലാരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? എന്നാ മക്കളെ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാട്ടോ ഈ പ്രാർത്ഥന. മതി എഴുതിയത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ പഠിച്ചോ പഠിച്ചോ. കിട്ടിയോ? നോക്കട്ടെ. സർവേശ വര വര. എന്റെ അമ്മച്ചി ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇവർക്ക് മലയാളം ഒന്നും എഴുതാൻ അറിയാൻ പാടില്ല എന്ന്. നീ അത് ശരിക്കും നോക്കടി, എന്തേലും കിട്ടും. ഇതല്ല, ഇതുമല്ല. എന്താടി? എന്താ? ഏകദേശം ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. കണ്ടോ? ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പോയി ആളെ പിടിച്ചിട്ട് വരാം. അവൻ തീർന്നമ്മച്ചി. ഇതാരുടെ കൈയക്ഷരാ? ഇതെന്റെ അല്ലേ ചേച്ചി? എന്റെ അല്ല. എന്റെ അല്ല. എന്റെ അല്ലേ ചേച്ചി? ഇതെന്റെ അല്ല. ആ ഇത് എന്റെ ചേച്ചി. അല്ല കുറച്ച് നോക്കി എഴുതിയായിരുന്നു. സോറി. ഇല്ലടാ, നീ പോയിട്ടോ. നീക്കടെ ഫോൺ ഒന്നുകൊണ്ടിരുന്നു. ഫോണിലല്ല, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കണ്ടേ. ടീം സെറ്റാടാ. ഇനി അടുത്ത കളിക്ക് കയറാം. എന്നാ ടീമിലെടുത്തില്ലേ? അവന്മാരൊന്ന് വാമ്പാവട്ടെ, അല്ലെങ്കിൽ എന്റെ എനർജി വെറുതെ വേസ്റ്റ് ആവും. പൈസ കിട്ടുക ഒന്നുകൂടെ ഉള്ളോ? എന്നാ പോക്കറ്റ് വെച്ചു. ട്രാഫിക് ആണ്ട. കളി കഴിഞ്ഞ് കട്ട് ഓഫ് ഇടാം. എന്തേ ആളെ കിട്ടിയോ? നിനക്കല്ല ഇപ്പൊ തോന്നിയതായിരിക്കടാ. ഇല്ലടാ, അവളെന്നല്ല എന്റെ അടുത്ത് പറഞ്ഞടാ കാമുകനുണ്ടെന്ന്. മുഖത്ത് നോക്കി പറഞ്ഞടാ. ഓ മൈ ഗോഡ്. അവളുടെ ഫോണൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ ആളെ കണ്ടുപിടിക്കായിരുന്നു. ഫോൺ കിട്ടാൻ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. എന്ത് വഴി? പേടിക്കാതെ പറ. സ്വല്പം വളഞ്ഞ വഴിയാ. ഓ, നമ്മൾക്ക് അവളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാം. നിനക്കറിയൂ? ഒരു കൊല്ലം പിന്നെ ഈസിയിൽ എന്താടാ ഞാൻ പഠിച്ചേ. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? പലവട്ടം പലർക്ക് വേണ്ടിയും. ബട്ട് ഐ എം എത്തിക്കൽ. ഗുഡ് ബോയ്. ഈ ഒരു പഴം മതി എനിക്കൊരു ഫോൺ ഹാക്ക് ചെയ്യാൻ. എങ്ങനെ?
പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഹ? ഇനി എന്ത് നോക്കാൻ? ലെറ്റ്സ് ഹാക്ക്. കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് പൊളിച്ച് കൈ കൊടുക്കണം. യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. സാർ മാസ്ക് ഉണ്ട് സാർ. അങ്ങനെയൊന്നുമില്ല സാർ. പൊക്കട്ടെ സാർ. നിനക്കൊക്കെ ഈ സമൂഹത്തിനോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോടാ? ഉണ്ട് സാർ. ഉണ്ടോടാ? ഉണ്ട്. ലോകത്തെല്ലാവരും കൊറോണയും വന്ന് മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെയൊക്കെ മറ്റിടത്തെ ഫുട്ബോള്. നിനക്ക് എന്താ ചെയ്യണമെന്നറിയോ? മുട്ടുകാലി ഏറ്റിടിക്കണം. എടാ, ഞങ്ങളും ആരോഗ്യ പ്രവർത്തനമൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് ഉണ്ടിട്ട് എത്ര നാളായി അറിയോ? അപ്പോഴാവുമ്പോൾ വെറുതെ ഇരുന്ന് ബോറടി. അറിയാതെ പറ്റിയതാ സാറേ. ആദ്യമായിട്ടാ വീടിന്റെ പുറത്തിറങ്ങിയത്. അറിയാതെ ഞാനും ആദ്യമായിട്ടാ സാറേ പുറത്തിറങ്ങുന്നത്. എനിക്കും അറിയാതെ പറ്റിയതാ. നീ മിണ്ടാതിരുന്നോളം. എന്റെ വായന്ന് വല്ലതും കേക്കണ്ട. ഇവനേതാ? സുന്ദരൻ. ഇങ്ങോട്ടൊന്നേ. നിന്നെ തന്നെ കൂടോ. ഒന്ന് വാടാ ഇങ്ങോട്ട്. എന്താ സാർ? എവിടെ പോയതാ? ചേച്ചിയുടെ കൊച്ചിനെ ഇച്ചിരി പഴം മേടിക്കാൻ ഇറങ്ങിയ സാറോ? ഇനി മേലാ പുറത്തിറങ്ങരുത്. പോയിക്കോളാം സാർ. ഇറങ്ങിയില്ല. ആ പൊക്കോ. നോക്കിക്കാതെ പോടാ. ശരി സാർ. എന്റെ പഴം. ആ പൊക്കോ, വിട്ടുപോ. ഒരു കാര്യം ചെയ്യ്, ഒരു 5000 രൂപ അടച്ചിട്ട് പോ. കിടന്ന് മോങ്ങല്ലേ. ഇനി ഇവിടെ കളിയൊന്നും വേണ്ട. മനസ്സിലായ? ഇനി ഓരോരുത്തരും എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നീയൊക്കെ ശരിക്കറിയാം കേട്ടോ.